നമ്മുടെ നാട്ടിൽ എപ്പോഴും വാർത്തകളും അതുമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വിശകലനം ചെയ്യേണ്ടി വരുമ്പോൾ അതെല്ലാം തന്നെ വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞു നിൽക്കുമ്പോൾ വളരെ ഗൗരവത്തിലുള്ള വിഷയങ്ങളാണ്, പ്രത്യേകിച്ചും വലിയ പ്രശ്നമാണ് LDF ഒക്കെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി. അത് തന്നെ യഥാർത്ഥത്തിൽ 2010 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ. അതേസമയം UDF വലിയ ആഹ്ലാദത്തിലാണ്. കാരണം അവർ UDF റിട്ടേൺസ്, ഞങ്ങളിതാ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇതിനിടയിൽ തമാശക്കാരെങ്കിലും വേണ്ടേ എന്നുള്ള മട്ടിലായിരിക്കും കഴിഞ്ഞ ദിവസം 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കിട്ടുണ്ണി രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കിട്ടുണ്ണി രാഹുൽ എന്ന് പറയുമ്പോൾ കിലുക്കം സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് ഇന്നസെൻറ്റിൻ്റെ, അത് കിട്ടുണ്ണി എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞ് കരയുന്നൊരു രംഗമുണ്ട്, എനിക്ക് പറഞ്ഞതൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നൊരു രംഗമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിയായ തിലകനെ, എടാ മത്തങ്ങ തലയാ, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു കഥാപാത്രമാണ്. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ പാവം വന്നേക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഏതാണ്ട് അതേപോലത്തെ ഒരു രംഗമാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഓർമ്മ വന്നത്. കാരണം ഫേസ്ബുക്കിലൊക്കെ ചിലർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, രാഹുൽ നടന്നു വരുന്നത്. എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ആരും ചിരിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മളൊരു ചൈനീസ് പൗരനായെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ രോമങ്ങളൊക്കെ വളർന്ന് ആകെ മീശയൊക്കെ വളർന്നിട്ടുള്ള ഒരു രാഹുൽ ഈശ്വരാണ് നടന്നു വരുന്നത്. അദ്ദേഹം പക്ഷേ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ വലിയ നിരാശയിലാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കാരണം അദ്ദേഹം പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. കാരണം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഒക്കെ 4 ദിവസം വിശന്ന് നിന്നപ്പോൾ അദ്ദേഹത്തിന് കിഡ്നി അവതാളത്തിലാകും എന്ന് കണ്ടപ്പോൾ കിഡ്നിക്ക് വേണ്ടി ഒരു പൊതിച്ചോറ് തരണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞിരുന്നു. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹം നിരാഹാര പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ എന്താണ് ബീഫും പൊറോട്ടയൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ജയിലധികൃതർ അത് മേടിച്ച് കൊടുത്തോ ഇല്ലെന്നറിയില്ല. അവർക്ക് പോലും സഹതാപം തോന്നിയിട്ടുണ്ടാവും. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് ഗാന്ധിജിയൊക്കെ ജയിലിൽ പോയത്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നത് പുരുഷന്മാർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊക്കെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പാവം 10-16 ദിവസം ജയിലിൽ കിടന്നു. ഈ 16 ദിവസം ജയിലിൽ കിടന്നിട്ട് പ്രോസിക്യൂഷന് പോലും സഹതാപം തോന്നി. കാരണം ഈ മണ്ടൻ എന്തിനാണ് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത്, കാരണം വേറൊരുത്തൻ്റെ ഗർഭക്കേസിൽ എന്തിനാണ് ഇവൻ ജയിലിൽ കിടക്കുന്നത്, പ്രോസിക്യൂഷന് പോലും സഹതാപം തോന്നിയുണ്ട്. പ്രോസിക്യൂഷൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യത്തെ എതിർത്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് പോലും ജാമ്യം കിട്ടില്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഈ പോരാട്ടം തുടരും എന്നൊന്നും പറയാൻ പുള്ളിക്ക് പറ്റിയില്ല. കാരണം പോരാട്ടം തുടരുമെന്ന് പോലും പറയാൻ പറ്റാത്തതിൻ്റെ കാരണം പുള്ളി എല്ലാ വീഡിയോകളും നീക്കം ചെയ്തു, കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. കൂടാതെ നിരാഹാരം കിടക്കുന്നതുകൊണ്ട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി നിരാഹാരം അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നി ഏതാണ്ട് തൽക്കാലം ആരോ വെള്ളമൊഴിച്ച് കെടുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറ്റവും വലിയൊരു തമാശ കൂടി പറഞ്ഞു. അതാണ് എന്നെ ചിരിപ്പിച്ചത്. അതാണ് വലിയ കോമഡിയായി തോന്നിയത്. അദ്ദേഹത്തിൻ്റെ നടപ്പും വരവൊക്കെ തന്നെ വലിയ കോമഡിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകം, യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ആവശ്യമായിരുന്നു എന്നെ ജയിലിലിടേണ്ടത്. കാരണം പിണറായി വിജയൻ്റെ ആവശ്യം ജയിലിലിടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഈശ്വറിനെ ജയിലിലിട്ടില്ലെങ്കിൽ രാഹുൽ ഈശ്വർ പുറത്തുനിന്ന് കുറച്ച് വീഡിയോകൾ ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒക്കെയാണ് LDF തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇഷ്യൂ ഒക്കെ ഉന്നയിക്കുന്നതിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരും. കാരണം രാഹുൽ ഈശ്വറിൻ്റെ 1, 2, 3 വീഡിയോ കണ്ടാൽ തന്നെ പിന്നെ LDF എന്ത് ചെയ്യുമല്ലോ, കട്ടയം പടം മുടക്കിയിട്ട് അവരെന്ത് ചെയ്യും, പണിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് വേറെ വഴിയില്ല. പിന്നെ അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ചർച്ചയാവേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിക്കുമെന്ന് പേടിച്ച്, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ ഈശ്വർ പുറത്തുണ്ടെങ്കിൽ ചർച്ചയാകുമെന്ന് വിചാരിച്ചിട്ടാണ് പ്രിയപ്പെട്ട പിണറായി വിജയൻ ഭയന്ന് ആകെ ഇതെല്ലാം വിളിച്ച് അവനെ പുറത്തു വിടല്ലേ എന്ന് അലറിക്കൊണ്ട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്തോ എവിടെയോ ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. പാവം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് 2 കുട്ടികളൊക്കെ ഉണ്ട്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും ഈ മണ്ടത്തരം പറയല്ലേ എന്ന് പറയുന്നുണ്ട്. കാരണം ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പോലീസെങ്ങാനും കോടതിയിൽ പോയാൽ വീണ്ടും പുള്ളി അകത്താകും. പക്ഷേ പുള്ളി ഈ മണ്ടത്തരങ്ങളൊക്കെ തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിലൊന്നും എടുക്കണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് രസകരമായിരിക്കും. കാരണം ഒരു BGM കൂടിയിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ജയിലിൽ നിന്ന് 2 കിറ്റുകളുമായി നടന്നു വരുന്നത് 16 ദിവസം കഴിഞ്ഞ് ആകെ വിശന്ന് വലഞ്ഞ് 5-8 കിലോ ആയിട്ട് കുറഞ്ഞെന്ന് തോന്നും. ആ കുറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നടന്നു വരുന്ന രംഗം തന്നെ കാണാൻ വലിയ തമാശയാണ്. കൂടാതെ ഈ വാ തുറന്നിട്ട് പറഞ്ഞ ഏറ്റവും വലിയ തമാശ കേട്ട്
ഇന്നലെ ഗോവിന്ദ മാഷും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ AKI സെൻറ്ററിൽ ഇരുന്ന് പൊട്ടിച്ചിരിച്ചു എന്നാണ് കൂടി ഞാൻ അറിയുന്നത്. കാരണം ഈ രാഹുൽ ഈശ്വർ എങ്ങാനും 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് ഭയന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇത്രയും കാലം പുള്ളിനെ ജയിലിലിട്ടതാണ്. ഇനി മറ്റൊരു കോമഡി കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ഇദ്ദേഹത്തെ പുറത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയോ മറ്റേ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അശ്ലീല സംഘടനയുണ്ട്, ഒരു കൊമേഡിയന്മാരുടെ കൂട്ടം. അതിലൊരു അജിത് കുമാർ ഉണ്ട്, മുടിയൊക്കെ നീട്ടി വളർത്തി. അതുപോലെ തന്നെ വേറെ ഏതോ പ്രതികളൊക്കെ ഉണ്ട്, പോക്സോ കേസിലെ പ്രതിയൊക്കെ ഉണ്ട്, പത്രത്തിലുള്ള പ്രതിയായിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടി വന്ന് ഇദ്ദേഹത്തെ മാലയിട്ടിട്ട് സ്വീകരിക്കുന്നൊരു കാര്യമുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിന് മനസ്സിലായില്ലെങ്കിലും രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. കാരണം ഇവരൊക്കെ ഈ പറയുന്ന പോലെ പുറത്ത് നിന്ന് എന്ത് ചെയ്യാൻ, മാലയിടാനും റീലിടാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ജയിലിൽ കിടക്കുമ്പോഴുള്ള ഗോതമ്പുണ്ട ഒറ്റക്ക് തന്നെ കഴിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് മറ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഭാര്യ പറയുന്നുണ്ട്, പ്ലീസ് ഇനിയും ഈ പറയുന്ന വിടുവായുത്തരം പറഞ്ഞ് അകത്തേക്ക് പോകല്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഐപാഡും ഒക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ കിട്ടാതെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും മെൻസ് അസോസിയേഷൻ്റെ അഖില ലോക നേതാവായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ആഗോള ഈ പറയുന്ന പോലെ ലീഡറായിട്ടുള്ള രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അഥവാ കിട്ടുണ്ടി രാഹുൽ എന്ന് പറയുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കുറച്ച് സാമ്പാറും ചോറുമെങ്കിലും കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിവുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണെങ്കിലും ഇനിയെങ്കിലും വെളിവുള്ള വർത്തമാനം അദ്ദേഹം പറയും എന്ന് ഞാൻ വളരെ വിദൂര ഭാവിയിലെങ്കിലും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് വലിയൊരു സൂചനയാണ്. കാരണം സ്വന്തം ഈ പറയുന്ന പോലെ ഒരു വീഡിയോയും ഒരു യൂട്യൂബും തുറന്നു വെച്ച് ഏത് അതിജീവിതയും അധിക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്നവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രിയ സുഹൃത്ത് സന്ദീപ് വാര്യരുണ്ട്, പിന്നെ ഏതോ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. ഇവരെല്ലാം തന്നെ ഓടിപ്പാഞ്ഞ് എന്തായാലും കിടന്നു. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇത് കണ്ടിട്ട് ചിരിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും. കാരണം ആളുകളെ പീഡിപ്പിച്ചു എന്ന് പരാതിയുള്ള, ഗർഭിണിയാക്കിയെന്ന് പരാതിയുള്ള, ഗർഭചിത്രം നടത്തിയെന്ന് പരാതിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ജയിലിൽ കിടന്ന രാഹുൽ ഈശ്വറിന് അഭിവാദ്യങ്ങൾ. എന്തായാലും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള മെൻസ് കമ്മീഷന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു.